ഇത് വളരെ ചിന്തിക്കണം. ഇങ്ങനെയുള്ള ഈ ഊതി ഉറപ്പിച്ച ആർക്കായി കറാമത്ത് കിട്ടിയത്? ആർക്ക് കിട്ടിയത്? ഇതൊക്കെ ഈ കറാമത്തുകളൊക്കെ സത്യത്തിൽ കച്ചവട കറാമത്തുകളാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഇതിലെല്ലാവരും ഉണ്ട്. ഇതാരും വിമർശിക്കാൻ വേണ്ടി പറഞ്ഞല്ല, സത്യം സത്യമായത് കൊണ്ട് പറഞ്ഞതാണ്. കറാമത്ത് വളരെ യാഥാർത്ഥ്യമാണ്, ഉള്ളതാണ്. ഏതോ മക്ബറയിൽ 4 വട്ടം പോയി ദുആ ചെയ്ത് പോരുന്നു എന്നാണ് ഇവിടെ മലപ്പുറത്തും കോഴിക്കോട്ടും ഒക്കെ ഉള്ള ചില ഔലിയാക്കന്മാരെ കറാമത്ത്. ഓലിങ്ങനെ ഇടക്കിടക്ക് എവിടെയെങ്കിലും മക്ബറയിൽ പോയി സിയാറത്ത് ചെയ്യുന്ന മഹാന്മാരാണ് എന്നതാണ് ഈ കോഴിക്കോട്ടും പരിസരത്തൊക്കെ ഉള്ള ചില കോഴിക്കോട്ടെ ജില്ലയിലുള്ള പല മഹാന്മാരുടെയും മഹാഹോജമാരുടെയും കറാമത്ത്. പറയണ്ട നിങ്ങൾ, പറയിപ്പിക്കണ്ട നിങ്ങൾ. ഏർപ്പാട് നിങ്ങൾക്ക് നിർത്തുന്ന നല്ലത്. മനുഷ്യന്മാരെ കുരങ്ങാക്കരുത്. ഈ പരിപാടിയൊക്കെ നിർത്തണം. മനുഷ്യന്മാർക്ക് എനിക്ക് കഴിയാത്ത കാര്യം കഴിയൂല എന്ന് പറയണം. എന്തിനായി മനുഷ്യരെ കുരങ്ങൽപ്പിക്കേണ്ട ആവശ്യം? ഇൽമില്ലാത്ത ആളുകൾ, അക്ഷരജ്ഞാനമില്ലാത്ത ആളുകൾ, ഒരു ഏർപ്പാടില്ലാത്ത ആളുകളുണ്ട് ഔലിയപ്പാപ്പാവുക. പിറ്റേന്നോന് പിറുപുറു 4 ദിവസം അവിടെ അജ്മീർ പോവുക. 5ാമത്തെ ദിവസം താടിയും വെച്ചിട്ട് പുറുപുറു നടന്നു വരിക. അതിന് അലിപ്പറിയോ ബാ അറിയോ ഒന്നും അറിയില്ല. ഈ ജാതി കുറച്ച് കച്ചവട ഔലിയാക്കന്മാർ ഇറങ്ങിയിട്ടുണ്ട്. ഇതൊക്കെ കണ്ടു കെട്ടേണ്ടതാ. ഇത് തമാശയല്ല പറഞ്ഞത്. ഏത് ഔലിയാണിവൻ? എവിടുത്തെ ഔലിയാണിവൻ? ഇതൊക്കെ ആലിമീങ്ങൾ നല്ല പോലെ ശക്തമായി പറയണം. ആരിതിൽ പേടിക്കേണ്ട ആവശ്യമില്ല. ഇവരെ കയ്യിൽ ഔലിയില്ല, ശർക്കരയില്ല, ഒന്നുമില്ല. ഇവർ ഔലിയല്ല, ഇവർ ശർക്കര പാപ്പയല്ല, ഇവർ ഔലിയ പാപ്പയല്ല, ഒരു പാപ്പയല്ല. ഇവരോരെ വീട്ടിലെ പാപ്പയാണ്. അവർക്ക് ഇങ്ങനെ വലിയ വലിയ വീട് കയറ്റണം, ലക്ഷക്കണക്കായ ബിസിനസ്സുകൾ നടത്തണം, ഉള്ള വീട് കുത്തിപ്പൊളിച്ചിട്ട് വീട് കയറ്റണം. ഒരു പെണ്ണ് മടിയാതെ വരുമ്പോ അടുത്ത പെണ്ണിനെ കല്യാണം കഴിക്കണം. നാട്ടിലെ കമ്പനിയിൽ മുഴുവനും അവർക്ക് അക്കൗണ്ട് തുടങ്ങണം. ഇതിനുള്ള ഏർപ്പാടാ. എന്നിട്ട് ഇതൊക്കെ വരവ് ചെയ്യാണ്. എല്ലാം വരവ് ചെയ്യുന്നത് സുന്നത്തി ജമാഅത്തിന്റെ അക്കൗണ്ടിലേക്കാണ്. കണ്ടോ? സുന്നത്തി ജമാഅത്തിന്റെ അക്കൗണ്ടിലേക്ക് ഇതൊക്കെ വരവേണെന്ന് എല്ലാ തോന്നിയാസവും. ഇവിടെ അമ്പലക്കടോ പൈസയും പറഞ്ഞെന്താ? ഈ കേരളത്തിൽ നിലനിന്ന ആചാരങ്ങളൊക്കെ ഇസ്ലാമികാണ്, സഹാബത്ത് പഠിപ്പിച്ചാണ്, ഇന്റർനെറ്റിൽ നിന്ന് കണ്ടെടുത്തല്ല, സഹാബികൾ വഴി വന്നതാണ്. അതുകൊണ്ട് തന്നെ ഇസ്ലാമികമായി നടമാടുന്ന മുഴുവൻ ആചാരങ്ങളും, കേരളത്തിൽ നടമാടുന്ന കാര്യങ്ങൾ, ആ കാര്യങ്ങളൊക്കെ സുന്നത്ത് ജമാഅത്തിന്റെ ആളുകൾ സ്വീകരിച്ചതൊക്കെ സഹാബത്തിൽ നിന്ന് കിട്ടിയതാണ് പറഞ്ഞത്. എന്നാ മൂപ്പര് പറയാ അത് മാത്രമല്ലല്ലോ ഇവിടെ ഉള്ളത്. ഇസ്ലാമിന്റെ പേര്, സുന്നത്ത് ജമാഅത്തിന്റെ പേര് പറഞ്ഞിട്ടാ കന്നാസ് ഊതിക്കൊടുത്തത്. കന്നാസ് പൊടി പിടിച്ച് കിടന്ന കന്നാസൊക്കെ തീർന്നുപോയി എന്ന് പറഞ്ഞത്. മൂപ്പര് കുറെ സ്ഥലപ്പേരൊക്കെ വന്നു. ഞാൻ പണ്ട് കിളിയും കണ്ടക്ടർ, പ്രൈവറ്റ് ബസിന്റെ കിളിയും കണ്ടക്ടറൊന്നും അല്ലാതെ ഇതുകൊണ്ട് എനിക്ക് അങ്ങനെ കൃത്യമായിട്ട് പറയാൻ പറ്റൂല. പക്ഷെ മൂപ്പര് കൃത്യം അത് പറയുന്നുണ്ട്. ചില ബസ് സ്റ്റാൻഡിലേക്ക് ഇരുന്ന കേൾക്കൂല ഇങ്ങനെ, മാനൂര്, പൂനൂര്, അവിടെ ഇങ്ങനെ അങ്ങനെ ഓരോ സ്ഥലങ്ങള്. അതുപോലെ അദ്ദേഹം ഇങ്ങനെ വിശദീകരിക്കുന്നുണ്ടല്ലോ. അങ്ങനെ ആ സ്ഥലത്തൊക്കെയുള്ള കന്നാസ് മുഴുവൻ തീർന്നുപോയി. ഇതൊക്കെ നടത്തിയതും വരവ് ചെയ്തതും സുന്നത്തി ജമാഅത്തിന്റെ ലേബലിലേക്കാണ്. പക്ഷെ ഒരു സഹാബി ഇത് പഠിപ്പിച്ചോ? ഏതെങ്കിലും സഹാബി ഇത് പറഞ്ഞോ? പക്ഷെ കേരളത്തിൽ അങ്ങനെ ആചാരം നടന്നിട്ടുണ്ട്. അത് ഇസ്ലാമിന്റെ പേരിൽ ചെലവാക്കിയിട്ടുണ്ട് എന്നാ പറഞ്ഞത്. കള്ളക്കറാമത്തുകൾ ഇവിടെ ചെലവാക്കിയിട്ടുണ്ട്. കാറ്റിന്റെ കറാമത്തുകൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. അപ്രകാരം തന്നെ എന്താ പിന്നെ പറഞ്ഞത്? അദ്ദേഹം വിശദീകരിക്കുകയാണ്. ഓരോ ആളുകളും ഔലിയായിട്ട് ഇങ്ങനെ വരിക. ഏതെങ്കിലും മക്ബറയിൽ പോയി 2 ദിവസം ചടഞ്ഞു കിടന്നിട്ട് പിറുപിറുത്തുകൊണ്ട് സമൂഹ മധ്യത്തിലേക്ക് ഇറങ്ങി വന്നിട്ട് ഞാൻ ഔലിയാന്ന് വാദിക്കുക. അങ്ങനെ കുറെ സിൽബന്ദികളും അദ്ദേഹവുമായി ഊരുചുറ്റുക. അദ്ദേഹം പുതിയൊരു തരീക്കത്തുണ്ടാക്കുക. അങ്ങനെ പല പണിയും സുന്നത്തി ജമാഅത്തിന്റെ പേരിൽ കേരളത്തിൽ നടന്നിട്ടുണ്ട്. പക്ഷെ ഫൈസി പറയാണ് ഇത് ഇന്റർനെറ്റിൽ നിന്ന് പഠിച്ച ദീനല്ല കേരളത്തിലുള്ളത്. അതുകൊണ്ട് സ്വഹാബത്ത് പഠിപ്പിച്ച അതേ ആചാരം തന്നെ ഇവിടെ നിലനിൽക്കുന്നത്. ഇനി അത് മാത്രമാണോ സഹോദരങ്ങളെ? കേരള സമൂഹത്തിൽ നിലനിൽക്കുന്ന ആചാരങ്ങളൊക്കെ സ്വഹാബത്ത് പഠിപ്പിച്ചതാണോ? അത് ചരിത്രമാണെന്നാണല്ലോ പറഞ്ഞത്, വസ്തുതയാണെന്നാണല്ലോ പറഞ്ഞത്. എങ്കിൽ കണ്ടോളൂ, വേറൊരു ആചാരം കേരള സമൂഹത്തിൽ വളരെ സുലഭമായി ഒരു ഗ്രൂപ്പ് വ്യത്യാസവുമില്ലാതെ സമസ്തക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്ന മറ്റൊരാചാരം കണ്ടോളൂ. കാഞ്ഞിരമുറ്റം പള്ളിയിലെ കൊടികുത്തു നേർച്ച ആ മഹാനോടുള്ള ഭക്തിയും ആദരവും പ്രകടിപ്പിക്കുന്ന ഒരു ചടങ്ങാണ്. ഇവിടെ കൊടികുത്ത് ആരംഭിച്ചിട്ട് ഏതാണ്ട് 200 വർഷത്തെ പഴക്കമുള്ളതായി പഴമക്കാർ പറയുന്നു. ഈ മഹാനവറുകളുടെ ഖബറിനു മുകളിൽ പട്ട് പുതപ്പിക്കുന്നതിനും യാസീൻ, മൗലൂദ്, റാത്തീബ് എന്നിവ ഓതുന്നതിനും ഖബർ സിയാറത്ത് ചെയ്യുന്നതിനും ഇവിടുത്തെ പ്രധാന നേർച്ചയായ അരിയും കുരുമുളകും വാങ്ങിക്കുന്നതിനും ചക്കരക്കഞ്ഞി, വെളിച്ചെണ്ണ എന്നിവ വാങ്ങിക്കുന്നതിനും വൻ തിരക്ക് അനുഭവപ്പെട്ടു. കണ്ടോ? ഇത് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏതെങ്കിലും സമസ്തക്കാർക്ക് വിരോധമുണ്ടോ? പക്ഷെ മാന്യമായി മുജാഹിദുകൾ ചോദിക്കുന്നു, ഏത് സഹാബിയാ നിങ്ങളെ ഇത് പഠിപ്പിച്ചത്? ഏത് താബിയാ നിങ്ങളെ ഇത് പഠിപ്പിച്ചത്?
ഏത് മദ്ഹബിന്റെ ഇമാമാ നിങ്ങളെ ഇത് പഠിപ്പിച്ചത്? കേരള സമൂഹത്തിൽ ഈ ദീനുമായി കടന്നു വന്ന സഹാബികളിൽ ആരാണ്